ഇനി മറ്റൊരു വാർത്തയിലേക്ക്. തൃപ്പൂണിത്തുറയിൽ ഇതര സംസ്ഥാന തൊഴിലാളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം പോലീസ് തിരിഞ്ഞു നോക്കിയില്ല എന്ന ആക്ഷേപത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ACPയുടെ റിപ്പോർട്ട് തേടി. മഹാരാഷ്ട്ര സ്വദേശി ആശുപത്രിയിൽ എത്തിച്ച ശേഷം തുടർ നടപടികളിൽ വീഴ്ചയുണ്ടായി എന്ന ആരോപണം നിലനിൽക്കെയാണ് ഈ നടപടി. എസ് അരുൺ ശങ്കർ അതിന്റെ വിവരങ്ങൾ നൽകും. അരുൺ, എന്തായിരുന്നു ഈ ഒരു സംഭവം? എന്ത് വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? ആരാണ് ഇങ്ങനെ ഒരു പരാതിയുമായി ശക്തമായി രംഗത്ത് വരികയും ചെയ്തത്? ജൂൺ 19 അന്യസംസ്ഥാന തൊഴിലാളി വാഹനമിടിച്ച് പരുക്കേറ്റ് റോഡിൽ കിടന്നിരുന്നത്. റോഡിൽ കിടന്ന ഇയാളെ പോലീസ് എത്തി തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നില ഗുരുതരമായതിനെ തുടർന്ന് ഇയാളെ പിന്നീട് കൊച്ചി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. ഈ മരണം സംഭവിച്ച കാര്യം ഹിൽ പാലസ് പോലീസിനെ അറിയിച്ചതിന് ശേഷം തുടർ നടപടികൾ കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം. കുറച്ച് ദിവസങ്ങൾ ഇക്കാര്യത്തിൽ ഹിൽ പാലസ് പോലീസ് കൃത്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. ഈ മൃതദേഹം അജ്ഞാത മൃതദേഹം എന്ന രീതിയിൽ അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീടാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ ഹിൽ പാലസ് പോലീസ് തയ്യാറായത്. പിന്നീട് FIR രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ ഇയാൾ മഹാരാഷ്ട്ര സ്വദേശിയാണ്. മരിച്ചയാൾ മഹാരാഷ്ട്ര സ്വദേശിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് പറയുന്നത് ഈ ഇടിച്ചിട്ട് പോയ വണ്ടിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതൊരു സിമെന്റ് ലോറി ആയിരുന്നു എന്നുമാണ് പറയുന്നത്. എന്തായാലും ഈ ഹിൽ പാലസ് പോലീസിനുണ്ടായ വീഴ്ച സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഹിൽ പാലസ് പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.